വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്സാണ്. ചാപ്റ്റർ 3A ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാപ്റ്റർ 3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോട് കൂടി കംപ്ലീറ്റ് ആക്കിയിരുന്നു. പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകളും പോയിൻറ്റുകളും ഒക്കെ വിശദമായിട്ട് തന്നെ നമ്മൾ ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3A ആണ് കേട്ടോ. ചാപ്റ്റർ 3Aയുടെ പ്രത്യേകത എന്താ വെച്ചാൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് മർജിങ് വന്നുമല്ലോ, അതായത് കേരള ബാങ്ക് ആയല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, അപ്പോൾ അത് നോക്കിയിരിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ അത് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. KCS റൂൾസ് ചാപ്റ്റർ 3A എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്ന അമെൻമെൻ്റ് അല്ല, മുമ്പേ ഉള്ളതാണ് കേട്ടോ. സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് റൂൾ 28A ആണ് സ്പെഷ്യൽ പ്രൊവിഷൻ റെസ്പെക്ട് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കേട്ടോ. അപ്പോൾ അതിലെന്തൊക്കെ പ്രൊവിഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയണത് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൾ ഇഷ്യൂ ഡയറക്ഷൻസ് ഫോർ ദ സ്മൂത്ത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ അമാൽഗമേഷൻ ഓഫ് DCB ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് വിത്ത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ബേസ്ഡ് ഓൺ ദ സ്കീം ഓഫ് അമാൽഗമേഷൻ. എങ്ങനെയാണ് ഈ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? സ്കീം ഓഫ് അമാൽഗമേഷൻ്റെ ബേസിലാണ് കേട്ടോ. അപ്പോൾ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ സ്മൂത്ത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ അമാൽഗമേഷൻ. DCBയും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമായിട്ടുള്ള ലയനത്തിന് അല്ലെങ്കിൽ അമാൽഗമേഷന് സ്മൂത്തായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് എന്ന് ഓർത്ത് വയ്ക്കുക. അത് എന്ത് ബേസ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കീം ഓഫ് അമാൽഗമേഷൻ ബേസ്ഡ് ആയിട്ടാണ് അവർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡയറക്ഷൻസ് പുറപ്പെടുവിക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സ്മൂത്ത് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള അമാൽഗമേഷൻ ഓഫ് DCB ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്കീം ഓഫ് അമാൽഗമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രാർ ആണ്. ഓക്കെ, അതാണ് സബ്സെക്ഷൻ 1 പറയുന്നത്. 28A സബ്സെക്ഷൻ 1 അതാണ് പറയണത്. 2 എന്താ പറയണത്? 2 പറയണത് ദ ഗവൺമെൻറ് ഷോൾ ഇഷ്യൂ ഡയറക്ഷൻസ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ റൂൾ, രജിസ്ട്രാർ റൂൾ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഗവൺമെൻറ് എന്താ ചെയ്യണത്? ഗവൺമെൻറ് ഷാൾ ഇഷ്യൂ ഡയറക്ഷൻസ് ടു ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ടു മേക്ക് റിക്വയർഡ് അറേഞ്ച്മെൻറ്റ്സ്. എന്തെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ചെയ്യേണ്ടത്? ഇവരെ ചേർക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അവർ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണം. സച്ച് ആസ് കോർ ബാങ്കിങ്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇൻറ്റഗ്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് ഇൻറ്റഗ്രേഷൻ നോക്കണം, കൺസോളിഡേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, രണ്ടും കൂടി വിലയിക്കാൻ പോവല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നത് ആരാണ്? ഗവൺമെൻറ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഗവൺമെൻറ് ഏത് കാര്യത്തിനൊക്കെയാണ് ഡയറക്ഷൻസ് ഈ സമയത്ത് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കോർ ബാങ്കിങ്ങിന്, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻറ്റഗ്രേഷന്, ഹ്യൂമൻ റിസോഴ്സ് ഇൻറ്റഗ്രേഷൻ, കൺസോളിഡേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഇപ്പോൾ കേരള ബാങ്ക് അല്ലെങ്കിൽ DCB കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ലയിക്കുമ്പോൾ കൺസോളിഡേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസുമായി ബന്ധപ്പെട്ട ഡയറക്ഷൻസ് ഇഷ്യൂഡ് ബൈ ആരാണ്? ഗവൺമെൻറ് ആണ് അല്ലേ. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. രജിസ്ട്രാർ ആണെന്ന് പറഞ്ഞ് വിചാരിച്ച് മാറി എഴുതരുത്. ഈ ഒരു ഫോർ ദ പർപ്പസ് ഓഫ് കംപ്ലീറ്റിംഗ് ദ അമാൽഗമേഷൻ പ്രോസസ് ബേസ്ഡ് ഓൺ ദ പ്രപ്പോസൽ ഫ്രം ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതിൻ്റെ പ്രപ്പോസൽ വെക്കുക ആരാണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വെച്ച പ്രപ്പോസലിന് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ അമാൽഗമേഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, രജിസ്ട്രാർക്ക് അവിടെ പ്രാധാന്യമുണ്ട്, ഇല്ല എന്നല്ല. ഈ ഒരു കാര്യത്തിലൊക്കെ കോർ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻറ്റഗ്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് ഇൻറ്റഗ്രേഷൻ, പിന്നെ കൺസോളിഡേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഡയറക്ഷൻ കൊടുക്കുന്നത് ആരാണ്? ഗവൺമെൻറ് ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് 3ാമത്തെ സബ്സെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്, എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഭാഗവും കൂടിയാണ് കേട്ടോ. കഴിഞ്ഞ എക്സാമിനും കൂടി ഒന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കൺസിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏതൊക്കെ മെമ്പേഴ്സാണ് നെയിംലി? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പലർക്കും തെറ്റിദ്ധാരണകളുണ്ടാവും. ഇവിടെ കൊടുത്തിട്ടുള്ള എലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ. ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിട്ട് വെക്കാറുണ്ട്, തിരഞ്ഞെടുത്തിട്ട് വെക്കാറുണ്ട്, അങ്ങനെയൊക്കെ അറിയാമല്ലേ. ഗവൺമെൻറ് കുറച്ച് പേരെ പിന്നെ ശുപാർശ ചെയ്ത് കൊണ്ടുവരും. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് ഒരു ഗ്രേഡ് കൊടുത്താണ് കൊണ്ടുവരിക. വലിയ വലിയ ഒഫീഷ്യൽസിന് കൊണ്ടുവരും അല്ലേ. അങ്ങനെ പല രീതിയിൽ കൊണ്ടുവരും, ബോർഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ പറയുന്നത്
എലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര ആളുണ്ടെന്ന് ഇവിടെ അതല്ല ഇവിടെ പറയണത് കേട്ടോ. എലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എങ്ങനെയാണോ വരണത് അങ്ങനെയാണ്, അതാണ് പറയണത് ഇവിടെ പറയണത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ റൂളിലുള്ള കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റൂളിൻ്റെ പുറത്തേക്ക് കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര പേരുണ്ടാവും? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ എത്ര പേരാണ്? അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലെ, 21 പേരാണ്. അതായത് 19 ഡയറക്ടേഴ്സ് ഉണ്ട് കേട്ടോ. 19 ഡയറക്ടേഴ്സിൻ്റെ കൂടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും കൂടി വരുമ്പോഴാണ് 21 പേരാവുന്നത്. ഇപ്പം നിലവിലത്തെ കാര്യമാണ് പറഞ്ഞത്. 19 ഡയറക്ടേഴ്സിൻ്റെ കൂടെ ആരൊക്കെ വരും? പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും കൂടി വരുമ്പോൾ 21 ആണ് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സ്ട്രെങ്ത്ത് മൊത്തം പറയണത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ 15 എന്ന് പ്രത്യേകം പറയുകയാണ്. എലക്റ്റഡ് ആണ് പറയണത്, തെറ്റിദ്ധരിക്കരുത്, മാറിപ്പടിക്കരുത്. എലക്റ്റഡിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എലക്റ്റഡ് എത്ര പേരാണ്? എലക്റ്റഡ് 15 പേരാണ് കേട്ടോ. എലക്റ്റഡ് എത്ര പേരാണ്? 15 പേരാണെന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ 21 പേരാണ് ടോട്ടൽ കേട്ടോ. അപ്പോൾ ഇവിടെ എലക്റ്റഡിൻ്റെ കാര്യമാണ് പറയണത്. മൊത്തത്തിലുള്ള ഘടന നമുക്ക് പഠിക്കാം. പിന്നെ പഠിക്കാം കേരള ബാങ്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്കൊരു ക്ലാസ് ചെയ്യുമ്പം അതിൽ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കാര്യവും മറ്റ് ഒരുപാട് സ്കീമുകളുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുമിച്ച് വേറൊരു ക്ലാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സാം ആയില്ല. എക്സാം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പഠനത്തിന് ഇപ്പോൾ നമ്മുടെ പിന്നെ ക്ലാസ്സസൊക്കെ ഭയങ്കര എന്താ പറയുക, ആർക്കും അങ്ങനെ എല്ലാവരും ഒരു ഹോളിഡേ മൂഡാണ്. എക്സാമൊക്കെ പിന്നെ നമുക്ക് അനൗൺസ് ചെയ്തു, പക്ഷെ കുഞ്ഞുങ്ങൾക്കൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഭയങ്കര റിലാക്സ്ഡ് മൂഡിലായിരിക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് റിലാക്സേഷൻ ഒന്നും ഇല്ലാത്ത സമയമാണ്. സോ നിങ്ങൾ ഈ ഉള്ള സമയം, വെക്കേഷൻ സമയം, കുട്ടികളുണ്ട് വീട്ടിൽ, എല്ലാവരും ഉണ്ടാവും, ശരിയാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സമയം കണ്ടെത്തി പഠിക്കണം കേട്ടോ. എക്സാം എങ്ങനെ മെയ് ലാസ്റ്റ് ജൂൺ ഫസ്റ്റായിട്ട് വരുമെന്നാണ് തോന്നണത്, അറിയില്ല. നമ്മളും ക്ലാസ് സെപ്പറേറ്റ് കണ്ടക്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. വോയിസ് ക്ലാസ് പ്ലസ് PDF തന്ന് ക്ലാസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ എക്സാം പെട്ടെന്ന് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നോട്ട് ഫുൾ കംപ്ലീറ്റ് അല്ലാത്ത കാരണം നമ്മൾ തുടങ്ങിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന്, അതായത് ഇപ്പോൾ ഒരു 1.5 മാസം കൊണ്ട് നമുക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റുമോ? 90 ഡേയ്സ് പ്ലാനൊക്കെ നമ്മൾ വിചാരിച്ചതായിരുന്നു, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് പിന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് തുടങ്ങാമെന്ന് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തരെയും സെപ്പറേറ്റ് അറിയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങളുടെ സമയം കളയാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം അത് ഹോൾഡ് ചെയ്തു, കാരണം എക്സാം പെട്ടെന്ന് വരുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പഠിപ്പിച്ചെടുക്കാനൊന്നും പറ്റില്ല. നമുക്ക് തരണേന് ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് അറിയാമല്ലോ, പഠിക്കണേനും തരണേനും. പിന്നെ അത്യാവശ്യം റേഞ്ചുള്ള കുട്ടികൾക്ക് മാത്രമേ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പതുക്കെ സ്റ്റാർട്ടേഴ്സിനുള്ള ഒരു പിന്നെ കാര്യമായിട്ട് നമുക്ക് തുടങ്ങാം എന്തായാലും. അത് ഇപ്പോൾ തൽക്കാലം നമ്മൾ ചിന്തിക്കണില്ല. ഇപ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് പിന്നെ ഒരു ശരിക്കും 6-7 മാസം വേണം ലോയൊക്കെ നന്നായിട്ടൊന്ന് പതുക്കെ പഠിച്ചെടുക്കണമെങ്കിൽ. 6-7 മാസം വേണം. പതുക്കെ പഠിച്ചാലേ അത് മനസ്സിൽ നിൽക്കുള്ളൂ. പെട്ടെന്ന് 1.5 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരിക്കാം. നോർമൽ കേസാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും സംശയമാണ് എങ്ങനെ പഠിക്കും എന്നുള്ളത്. അപ്പോൾ എങ്ങനെ പഠിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 10 സെക്ഷനും 10 റൂളും, പിന്നെ 10 റൂള് ഓവറാണോ എന്നറിയില്ല, 10 സെക്ഷനും 10 റൂളും വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു അധിക ദിവസം ഇല്ലാതെ വേഗം തീർക്കാൻ പറ്റും. എല്ലാ സെക്ഷനും റൂൾസൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ, ചിലതിൽ മാത്രമല്ലേ ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു ചാപ്റ്റർ വെച്ച് തീർത്താൽ നമുക്ക് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഓരോ ചാപ്റ്റർ വെച്ച് തീർത്താൽ 16-15 ചാപ്റ്ററല്ലേ ഉള്ളൂ. റൂള് 15, മറ്റേത് 16 ഉള്ളൂ. സെക്ഷൻസ് 16 ഉള്ളൂ, വേഗം തീരും. പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓവർലോഡായിട്ട് തോന്നും. ബാക്കി സബ്ജക്ട്സ് ഉണ്ടല്ലോ. പിന്നെ ഒരു സബ്ജക്റ്റുമ്പിൽ തന്നെ ഇരിക്കാതെ ഇപ്പോൾ 10 സെക്ഷൻസ് നോക്കി, അടുത്ത ദിവസം 10 റൂള് നോക്കി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ മാറ്റി പഠിക്കുക. കുറച്ച് ബാങ്കിങ്, ഒരു 5 ടോപ്പിക്ക് ബാങ്കിങ് പഠിക്കുക, 5 അക്കൗണ്ടൻസി പഠിക്കുക, അങ്ങനെ പഠിക്കുക കേട്ടോ. കുറച്ച് സിനോണിമ്, കുറച്ച് ആൻറ്റോണിമ്, അങ്ങനെ കുറച്ച്. പിന്നെ ഇംഗ്ലീഷും മാത്സും GKയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. 30 മാർക്ക് ഏകദേശം ചിലപ്പോൾ അവിടുന്ന് വരുന്നതാണ് തോന്നുന്നത് അല്ലേ. നമ്മുടെ കോർ സബ്ജക്റ്റ് ചിലപ്പോൾ 70 ആവാം, 80-20 ആണെങ്കിൽ അറിയില്ല. അത് നമുക്കിപ്പോൾ തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് അറിയില്ല. 70-30 ആണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. അപ്പോൾ എന്തായാലും അതിനനുസരിച്ച് കണക്ക് കൂട്ടിയിട്ട് പഠിക്കുക. പിന്നെ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത കാരണം നമുക്ക് ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു വീഡിയോ നമ്മൾ ഇടണ്ടല്ലോ, അത് കാരണമാണ് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞത് കേട്ടോ.
അപ്പോൾ കുറച്ച് ദിവസമായി പറയണം, ഇതിപ്പോൾ വന്നപ്പോൾ തൊട്ട് നമ്മൾ പറയണം വിചാരിച്ചായിരുന്നു, പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സമയം മെനക്കെടുത്തിയെന്ന് വിചാരിക്കേണ്ട, സോറി. അപ്പോൾ ഇത് ചോദിച്ച കുട്ടികൾക്കുള്ളൊരു മറുപടി ആയിട്ട് വേണം കരുത്താൻ. ചോദിക്കാത്ത കുട്ടികൾ അത് കേട്ടതായി ഭാവിക്കേണ്ട. ചോദിച്ച കുട്ടികൾക്കുള്ളൊരു മറുപടിയാണ് ഞാൻ വീഡിയോയിൽ പറയാം ക്ലാസ്സിനെ കുറിച്ച് എന്നാണ് അവർക്ക് കൊടുത്തായിരുന്നത് മറുപടി. ഇപ്പോൾ പെട്ടെന്ന് വന്നുമില്ല, നമുക്ക് എങ്ങനെയും പെട്ടെന്നൊന്നും തീർക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എക്സാം ആകുമ്പോഴേക്കും എന്താ തീർക്കാത്ത തുടങ്ങിയില്ലോ എന്ന്. അപ്പോൾ അതാണ്. അപ്പം ഈ എക്സാം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇങ്ങനെ ക്ലാസ്സസുമായിട്ട് ഇമ്പോർട്ടൻ്റ് റൂൾസും എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ ചാനലിൽ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ നന്നായി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കാര്യം ഇപ്പോൾ മറന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവിടേക്ക് തന്നെ തിരിച്ചു വരാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എത്ര പേരാണ്? 21 മെമ്പേഴ്സാണുള്ളത്. 19 ഡയറക്ടേഴ്സും ഒരു പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റുമാണ് അവരുടെ ശരിക്കുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 15 മെമ്പേഴ്സ് എലക്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ 15 മെമ്പേഴ്സ് എലക്റ്റഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ഡിസ്ട്രിക്റ്റിൽ നിന്നുമുള്ള പിന്നെ എ ക്ലാസ് മെമ്പേഴ്സിനെയാണ് എടുക്കുക. അതായത് 14 ഡിസ്ട്രിക്റ്റ് PSCS എന്ന്, PSCSലുള്ള 14 ഡിസ്ട്രിക്റ്റിൽ നിന്നും എ ക്ലാസ് മെമ്പേഴ്സിനെയാണ്, എ ക്ലാസ് ആണ് കേട്ടോ, എ ക്ലാസ് മെമ്പേഴ്സിനെയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുക. അങ്ങനെ 14 പേരും പിന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഒരാളുമാണ്, അർബൻ ബാങ്കിൽ നിന്ന് ഒരാളും, അങ്ങനെയാണ് മൊത്തം 15 ആവുന്നത് കേട്ടോ. അപ്പോൾ ഈ 14 നിന്നും വീണ്ടും സബ് ഡിവിഷൻ ഉണ്ട്. 14 ജനറൽ 10 പേരെയാണ് എടുക്കുക, ജനറലിൽ നിന്ന് 10 പേരേനും, പിന്നെ SC/ST ഒരാളേനെയും, വുമണിൽ നിന്ന് 3 ആളേനെയും എടുക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണ്. ഇപ്പോൾ മനസ്സിലായെന്ന് അറിയില്ല, ഒന്നുകൂടി പറഞ്ഞുതരാം. 15 മെമ്പേഴ്സാണ് എലക്റ്റഡ് മെമ്പേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലെ എലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 15 മെമ്പേഴ്സാണ് എലക്റ്റഡ് ആയിട്ടുള്ളത്. അവരുടെ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല, ഒന്നും കൂടി പറയാം. അതായത് 14 ജില്ലകളിൽ നിന്നും ഉള്ള PSCS, 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ PSCS എന്ന് എ ക്ലാസ് മെമ്പേഴ്സ്, അതായത് ഡെലിഗേറ്റ്സ് ആണ് കേട്ടോ. അവർ പിന്നെ മീറ്റിംഗ് കൂടിയിട്ട് ഒരാളെ ഡെലിഗേറ്റ് ചെയ്യാനുള്ള ചെയ്യുക, അങ്ങനെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ 14 ജില്ലകളിൽ നിന്ന്, ഇപ്പോൾ 14 പേരായില്ലേ, അവരായി. പിന്നെ അതുകൂടാതെ ഒരാളേനെ 1 റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ദ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, അപ്പോൾ മൊത്തം 15 ആയി. പിന്നെ നിങ്ങൾ ഈ 14 സബ് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കേണ്ടത്. 14 സബ് ഡിവൈഡ് ചെയ്യുന്നത് 10 ജനറൽ കേസിലെടുക്കുക. 10 ജനറൽ കേസിൽ 3 എവിടെയാണ്? വുമൺ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 3 വുമൺ അങ്ങനെ എടുക്കണം, ആ ഒരു കാറ്റഗറിയിൽ എടുക്കണം. SC/ST കാറ്റഗറിയിൽ ഒരാളെ എടുക്കണം. അപ്പോൾ അവിടെ ആയില്ലേ, ഇവിടെ 14 ആയില്ലേ, 10 പിന്നെ 3 പിന്നെ 1 അങ്ങനെ 14 പ്ലസ് 1 അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് 15. അങ്ങനെയാണ് മൊത്തം എലക്റ്റഡ് കേട്ടോ, എലക്റ്റഡ്. പിന്നെ ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ കാര്യം നമുക്ക് അടുത്ത മറ്റേ കേരള ബാങ്കിൻ്റെ വീഡിയോയിൽ കുറച്ചും കൂടി നമുക്ക് വാസ്റ്റായിട്ട് ചെയ്യാം. 2 മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ആണ് കേട്ടോ. 2 മെമ്പേഴ്സ് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരൊക്കെയാണ്? കോർപ്പറേഷൻ്റെ സെക്രട്ടറി വരും. ഗവൺമെൻറ് ഓഫ് കേരള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോർപ്പറേഷൻ്റെ സെക്രട്ടറി ആണല്ലോ ഉന്നത ഓഫീസർ, അദ്ദേഹം വരും. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇതിൽ അംഗമാണ്. പിന്നെ അതുപോലെ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസർ, കേരളത്തിലുള്ള നബാർഡിൻ്റെ ചീഫ് ജനറൽ മാനേജർ ഇതിലെ എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, MD, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേട്ടോ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അതൊക്കെ വേറെയാണ്. അത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അത് ഓരോരുത്തരുടെയും പേര് പഠിക്കുമ്പോൾ നമുക്ക് വ്യത്യാസം വരും കേട്ടോ. MD അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വേറെയാണ്, പ്രസിഡൻറ്റ് വേറെയാണ്, വൈസ് പ്രസിഡൻറ്റ് വേറെയാണ്. ഇതൊക്കെ ഉണ്ട്, ഓരോരുത്തരുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അവരുടെ പേരൊക്കെ നമുക്ക് ഒരുമിച്ച് എഴുതി പഠിക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. എലക്റ്റഡ് മനസ്സിലായില്ലേ എല്ലാവർക്കും? ടോട്ടൽ നമ്പർ 21 ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉള്ളത്. 19 ഡയറക്ടറും പിന്നെ ഒരു പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും, അങ്ങനെ 21. പിന്നെ 15 മെമ്പേഴ്സ് എലക്റ്റഡ് ആണ്. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, അപ്പോൾ നമുക്ക് തീർക്കാം. അപ്പോൾ ഇത് മനസ്സിലായി. പിന്നെ സബ്സെക്ഷൻ 4 ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തു തന്നെ റൂൾ 64 പറഞ്ഞിട്ടുണ്ടെങ്കിലും 64 ഓഡിറ്റിൻ്റെമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ഷാൾ കണ്ടക്ട് ഓഡിറ്റ്സ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ചെയ്യുന്നത് ആരാണ്? ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും അതർ റിലേറ്റഡ് മാറ്റേഴ്സും ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെ റൂൾ 64 പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ചെയ്യേണ്ടത് ആരാണ്? ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സാണ്. അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും റിലേറ്റഡ് മാറ്റേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ്
സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇനി ദ ഡയറക്ടർ ഓഫ് ഓഡിറ്റ് വിൽ അപ്പോയിൻറ്റ് ഓഡിറ്റേഴ്സ് ഫോർ ദിസ് പർപ്പസ്. ഇതിന് വേണ്ടിയിട്ട് ഡയറക്ടർ ഓഫ് ഓഡിറ്റ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നെസസറി ഗൈഡ് ലൈൻസ് ഓൺ ദ സ്കോപ്പ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, പിന്നെ ഓഡിറ്റ് മെമ്മോറാണ്ടം ഷാൾ ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ, ഇഷ്യൂ ചെയ്യുമല്ലോ ഓഡിറ്റ് മെമ്മോറാണ്ടം എല്ലാം. അത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആരുമായിട്ട് കൺസൾട്ട് ചെയ്യും? ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്യും. എന്നിട്ട് ഓഡിറ്റ് മെമ്മോറാണ്ടം അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൻ്റെ സ്കോപ്പും ഗൈഡ് ലൈൻസും ഒക്കെ അവർ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഫിനാൻഷ്യൽ ഓഡിറ്റിൻ്റെ കേസാണ് പറഞ്ഞത്. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൻ്റെ കേസാണ് പറഞ്ഞത് കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ചെയ്യണം എന്നുള്ളത്. ഇനി ഫിനാൻഷ്യൽ ഓഡിറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ഓഡിറ്റാണ് ഫിനാൻഷ്യൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. അത് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ RBI ആണ്. കാരണം എന്താ? കാരണം അവർ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഓഡിറ്റ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി RBI ഷാൾ ബി കണ്ടക്റ്റഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അതായത് ബാങ്കിങ് കമ്പനീസ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെയാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് നടത്തേണ്ടത്. ഷാൾ ബി കണ്ടക്റ്റഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേം ഇൻക്ലൂഡഡ് ഇൻ ദ പാനൽ ഓഫ് ഓഡിറ്റേഴ്സ് പ്രിപ്പയർഡ് ബൈ ദ DCA ആണ് പാനൽ ഓഫ് ഓഡിറ്റേഴ്സിനെ ഫിക്സ് ചെയ്യുന്നത്. DCAയുടെ പിന്നെ അധികാരത്തിന് മാറ്റമൊന്നുമില്ല. അവർ ഫിക്സ് ചെയ്യുന്ന പക്ഷേ ആര് പ്രിസ്ക്രൈബ് ചെയ്യുന്ന റൂൾസ് വെക്കണം? RBI പ്രിസ്ക്രൈബ്ഡ് ചെയ്യുന്ന റൂൾസിന് അധിഷ്ഠിതമായിട്ടാണ് ചെയ്യേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ജനറൽ ബോഡി ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വിൽ അപ്പോയിൻറ്റ് ഓഡിറ്റർ ഫേമിനെയോ ജനറൽ ബോഡി തന്നെയാണ് തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇവർക്ക് ജനറൽ ബോഡി ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഉണ്ട് കേട്ടോ. ഓഡിറ്റ് ഫേം ഫ്രം ദ പാനൽ അപ്രൂവ്ഡ് ബൈ ദ DCA പ്രിപ്പയർ ചെയ്ത് അപ്രൂവ് ചെയ്ത ആ ഒരു പാനലിൽ നിന്നുമാണ് ജനറൽ ബോഡിയാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? സാധാരണ നമ്മുടെ ബാങ്കിങ് സാധാരണ പഠിക്കുന്ന നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നോർമൽ പഠിക്കണത് ബാക്കി തന്നെ അത് തന്നെയാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദ ഗവൺമെൻറ് ഷാൾ ബൈ അടുത്ത പോയിന്റ് പറഞ്ഞത് സബ്സെക്ഷൻ 5 എന്താണെന്ന് വെച്ചാൽ ദ ഗവൺമെൻറ് ഷാൾ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് മേക്ക് ചേഞ്ചസ് ഇൻ റിക്രൂട്ട്മെൻറ്റ് റൂൾസ്, സ്റ്റാഫ് റെഗുലേഷൻസ്, പ്രൊമോഷൻ പോളിസി ആൻഡ് ഓൾ അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മാറ്റേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ കൺസൾട്ടേഷൻ വിത്ത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ദ പ്രപ്പോസൽ ഫ്രം ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫ്രം ടൈം ടു ടൈം. ഓക്കെ, ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ ഗസറ്റിൽ പുറപ്പെടുവിച്ചിട്ട് റിക്രൂട്ട്മെൻറ്റ് റൂൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെല്ലാം ഗവൺമെൻറ് ആണ് നോട്ടിഫൈ ചെയ്യുന്നത്. സ്റ്റാഫ് റെഗുലേഷൻസും പ്രൊമോഷൻ പോളിസീസും എല്ലാം പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടാണ്? എന്താണോ PSC പറയുന്നത്, PSCയെ കൺസൾട്ട് ചെയ്തിട്ട് കേരള PSC കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മാറ്റേഴ്സ് ബേസ് ചെയ്തിട്ട് വേണം ഇതെല്ലാം നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രപ്പോസൽസും രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കൊടുത്ത് അത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രൊമോഷൻ പോളിസിയും അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മാറ്റേഴ്സൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത്രയാണ്. ചെറിയൊരു ഭാഗമാണ് കേട്ടോ, റൂള് ചെറിയൊരു ഭാഗമാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ആരും സ്കിപ്പ് ചെയ്യരുത്, എളുപ്പമുള്ള ഭാഗമാണ്. അപ്പോൾ ഇതൊന്നൊരു ചോദ്യം വന്നാൽ കിട്ടാതെ പോകരുത്. അതുകൊണ്ടാണ് നമ്മളിത് സെപ്പറേറ്റ് സെക്ഷനായിട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവുന്നു, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പിന്നെ കറക്റ്റായിട്ട് ആ ഒരു ഓർഡറിൽ നിങ്ങൾക്കുള്ള ടൈം എങ്ങനെ അലോട്ട് ചെയ്യണോ, ടൈം എങ്ങനെയാണ് കിട്ടണം, അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒതുക്കി പഠിക്കുക കേട്ടോ. കുറച്ച് സമയം കണ്ടെത്തി പെട്ടെന്ന് എക്സാം വരുന്നതാണ് കേൾക്കണത്. അപ്പോൾ അതിനനുസരിച്ച് ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്